ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. +2 എക്കണോമിക്സ് എക്സാമിന് വേണ്ടി, നാളത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഷുവറായിട്ടും പഠിക്കേണ്ട ഒരു 10 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും ഒക്കെ എന്തായാലും വരാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ്. അതിൽ ഏതൊക്കെയാണ് ആ ചോദ്യം, എത്ര മാർക്കിനൊക്കെയാണ് വരാമെന്ന് മിസ് പറഞ്ഞു തരാം. അതിന് മുന്നേ നമ്മുടെ ചാനലിൽ നമ്മൾ നെക്സ്റ്റ് മന്തോട് കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചും ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിനെ കുറിച്ചും ക്രാഷ് ബാച്ചിനെ കുറിച്ചും അറിയാൻ ആഗ്രഹമുള്ളവർ, ചേരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 7907664613. ദെൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്ത കുട്ടികൾ ഷുവറായിട്ടും പഠിക്കേണ്ട ഒരേ ഒരു മാസം ജനുവരി ആണ്. പിന്നീട് നമുക്ക് ജനുവരിക്ക് ശേഷം നമ്മൾ ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് പഠിച്ചിട്ട് കാര്യമില്ല, നമുക്കത് ടൈമും കിട്ടില്ല. സോ ഉള്ള ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രാഷ് ബാച്ചും നമ്മൾ ജനുവരി പകുതിയോടുകൂടി അഡ്മിഷൻസ് തുടങ്ങും. ഇപ്പം അഡ്മിഷൻ അതിൻ്റെ ഓപ്പൺ തന്നെയാണ് കേട്ടോ. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അഡ്മിഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നിർത്തി വയ്ക്കും, കാരണം നമുക്ക് പിന്നെ ക്രാഷിലെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളെല്ലാവരും പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI ആൻഡ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് RBI ഇൻ ഓർഡർ ടു ക്രിയേറ്റ് മണി സപ്ലൈ. മണി സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RBI ചൂസ് ചെയ്തിരിക്കുന്ന മോണിറ്ററി ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ പോളിസി ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കും. ഇത് രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിനായിരിക്കും നമ്മളോട് ചോദിക്കുക. സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ 6 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പോൾ മാക്സിമം അത് ഒരുമിച്ച് ചോദിക്കാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ആദ്യം സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യരുത്, നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്തൊക്കെയാ? ഇഷ്യൂയിങ് കറൻസി, ബാങ്കേഴ്സ് ടു ബാങ്ക്, ബാങ്ക് ടു ഗവൺമെൻറ് ആൻഡ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ക്രെഡിറ്റ് റിലേഷൻ, അല്ലേ? ഇതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? ഇഷ്യൂയിങ് കറൻസി എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇന്ത്യയിൽ RBIക്ക് മാത്രമാണ് ഒരു മൊണോപ്പൊളി അതോറിറ്റി ഉള്ളൂ. എന്തിന്? കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ. അപ്പോൾ ഇഷ്യൂയിങ് കറൻസി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. നമ്മുടെ കൺട്രിയിൽ ഒരേ ഒരു ഒബ്ലിഗേഷൻ ആർക്കാണ്? നമ്മുടെ RBIക്കാണ്. ബാങ്കർ ടു ദി ഗവൺമെൻറ് എന്ന് വെച്ചാൽ ബാങ്ക് എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളോടും, ഗവൺമെൻറ്റിൻ്റെ കറണ്ട് അക്കൗണ്ടുകൾ, റവന്യൂ അക്കൗണ്ടുകളെല്ലാം, ക്യാഷ് ബാലൻസ് എല്ലാം കീപ്പ് ചെയ്യുന്നത് RBI ആയിരിക്കും. ഗവൺമെൻറ് റിസീപ്റ്റും പേയ്മെൻറ്റ്സും എല്ലാം RBI ആണ് സ്വീകരിക്കുക. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ബാങ്ക് ടു അതർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കൺട്രോൾ ഓഫ് വർക്കിംഗ് ഓഫ് അതർ ബാങ്ക്. ബാക്കിയുള്ള ബാങ്കുകളുടെ വർക്ക് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതെല്ലാം RBI ആയിരിക്കും. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കെല്ലാം ഫെയിൽ ടു നീഡ് എനി ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ലൈക്ക് സോഴ്സസ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ആവശ്യമായി വന്നാൽ ലാസ്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാൾ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മീൻസ് വാട്ട്? അതായത് ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ സൂക്ഷിപ്പുകാരൻ ആരാണ്? RBI ആണ്. കൺട്രോളർ ഓഫ് മണി സപ്ലൈ അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇക്കോണമീനെ നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു മണി ആയാലും ക്രെഡിറ്റ് ആയാലും കൊണ്ടുപോകുന്ന ആളാരായിരിക്കും? നമ്മുടെ RBI ആയിരിക്കും. ഇത് ഫംഗ്ഷനാണ്. ദെൻ പിന്നീട് നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ, അതിൽ തന്നെ ഒരൊറ്റ സെയിം ക്വസ്റ്റ്യൻ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് RBI ആയിരുന്നു. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നതാണ് നമ്മുടെ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR. ഇനി ഇതിനെ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറയാട്ടോ നമുക്ക് ടെക്സ്റ്റിൽ. ഇനി ഇതിലെ ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ്. ഇപ്പം സെൻട്രൽ ബാങ്കിൽ നിന്ന് വല്ല SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് അങ്ങനത്തെ ബാങ്കുകളൊക്കെ വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. ആർക്ക്? RBIക്ക്. അതാണ് ബാങ്ക് റേറ്റ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പർച്ചേസസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ലൈക്ക് ബോണ്ട്സ്, ഗോൾഡ്, അതർവൈസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളെല്ലാം വാങ്ങുക, വിൽക്കുക, അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. CRR എന്ന് പറയുന്നത് എന്താ? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് മണി സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം.
ദാറ്റ് ഈസ് കോൾഡ് ക്യാഷ് റിസർവ് റേഷ്യോ. SLR എന്ന് പറഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഒരു പെർസെൻറ്റേജ് ഓഫ് മണി ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് എനി അതർ ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ദാറ്റ് ഈസ് SLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പെർസെൻറ്റേജ് ഓഫ് മണിയാണ്. ദെൻ അത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കേട്ടോ. ക്വാളിറ്റേറ്റീവിലേക്ക് വരികയാണെങ്കിൽ മാർജിൻ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ എത്ര ലോൺ നമ്മൾ കൊടുത്തു, എത്ര സെക്യൂരിറ്റി നമുക്ക് ലോണിനെതിരെ കിട്ടി, അതാണ് മാർജിനൽ റിക്വയർമെന്റ്, അതിൻ്റെ ഡിഫറൻസ്. ദെൻ മോറൽ സുവേഷൻ മീൻസ് ഇതൊരു കോമ്പിനേഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്, അതായത് നല്ല രീതിയിൽ സെൻട്രൽ ബാങ്ക് ഒരു പ്രഷർ കൊടുക്കുകയാണ് അവരുടെ ബാക്കിയുള്ള ബാങ്കുകൾക്ക് എന്തിനെ ഒരു നല്ല രീതിയിൽ പോളിസിയിൽ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊരു മോറൽ സുവേഷൻ മോറൽ പോലെ ചിലപ്പോൾ പ്രഷർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലൂസായിട്ട് അവരുടെ പേര് മാറാം. ആ ഒരു ക്വാളിറ്റേറ്റീവ് ഫീച്ചറാണ് മോറൽ സുവേഷൻ. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടൈമിൽ സെൻട്രൽ ബാങ്ക് ബാക്കിയുള്ള ബാങ്കുകളോട് പറയും കടം കൊടുക്കണ്ട, അല്ലെങ്കിൽ കടം കൊടുത്തോളൂ, ഓരോ സെക്ടറിൽ കൊടുക്കണ്ട, ബാക്ക്വേർഡ് പീപ്പിളിന് ഇപ്പോൾ കൊടുക്കണ്ട കേട്ടോ, അവരിങ്ങനെയാണ്, അങ്ങനെ സെലക്റ്റീവ് ആയുള്ള ആൾക്കാരോട് മാത്രം കടം വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതി, അതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ ഫ്ലോ ചാർട്ട് വരച്ച് ഇങ്ങനെയൊക്കെ എഴുതി പിന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് 8 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കും അതുപോലെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് RBI, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് ഉണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ മെത്തേഡ്സ്. ഇത് വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓർ GDP എന്ന് ചോദിച്ചാലും നാഷണൽ ഇൻകം ചോദിച്ചാലും സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത് സെക്കൻഡ് ചാപ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ പാഠം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് 3rd ചാപ്റ്റർ ആണ്, മാക്രോയിലെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് പേര് പാഠം കൂടി ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണിത്. 3 മെത്തേഡ് ആണുള്ളത്: ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻകംസും തമ്മിൽ കൂട്ടാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ ചെലവുകളും തമ്മിൽ കൂട്ടാം. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഫേമുകൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രോസ് വാല്യൂ ആഡുകൾ കൂട്ടുക. എത്ര യൂണിറ്റ് ഉണ്ട് അത്രയും യൂണിറ്റ്. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു 1000 ഫേമുള്ളൂ വെച്ചെങ്കിൽ 1000 ഫേമിൻ്റെയും GVA മീൻസ് ഗ്രോസ് വാല്യൂ ആഡഡ് അപ് ടു എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം, അപ് ടു എത്ര എണ്ണം. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസംഷൻ, വീട്ടുകാരുടെ ചെലവിനെയാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയുക. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ഫേമിൻ്റെ ആണ്. G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. ദെൻ X എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇതൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടുക. ഇൻകം മെത്തേഡിൽ W എന്ന് വെച്ചാൽ വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് റെന്റ്. ഇതൊക്കെ കൂടി കൂട്ടിയാൽ ഇൻകം മെത്തേഡ് വഴി GDP കിട്ടും. 3 എണ്ണത്തിൻ്റെ ഇക്വേഷൻ പഠിക്കുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മൈക്രോയിലെ 4th ചാപ്റ്റർ ആണ്. മൈക്രോയിലെ 4th ചാപ്റ്റർ. ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് 3 കണ്ടീഷൻസ് ആണുള്ളത്. P = MC = MR. MC should be increasing. Then price line should be minimum or equal to greater than or equal to minimum point of AVC. പ്രോഫിറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൈ വാല്യൂ വെച്ചിട്ടാണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TR - TT ആണ്, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഈ ഒരു ഡയഗ്രാം ഷുവറായിട്ടും വരയ്ക്കണം. അതായത് 3 കണ്ടീഷനും പാസ്സാക്കിയിട്ടുള്ള ഒരു ലൈനാണിത്. ഇവിടെ മുതൽ നമുക്ക് ഇത്രയും പോർഷനാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇതിൽ P = MC = MR കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിക്കേണ്ടത്, ഓരോ പാഠം എത്രത്തോളം പഠിക്കണം അതെല്ലാം നമ്മൾ ഓൾറെഡി മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് എക്സാമിന് മുന്നുള്ള ഒരു റിവിഷൻ പോലെ കണക്കാക്കുക. ദെൻ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. മൈക്രോയിലെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ. മൈക്രോയിലെ 3rd ചാപ്റ്റർ ആണ്. ഇവിടെ എന്താണ് ലോ ഓഫ് വാരിയബിൾ എന്ന് എഴുതി വെക്കാം. വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വാരിയബിൾ ഇൻപുട്ട് കമ്പയർഡ് വിത്ത് ഫിക്സ്ഡ് ഇൻപുട്ട്, ഇനീഷ്യലി TP ഇൻക്രീസസ് ബട്ട് ആഫ്റ്റർ എ സർട്ടിൻ പോയിന്റ് MP വിൽ ഫോൾ. അതായത് MP ഇൻക്രീസസ് എഴുതിയാൽ മതി. അതായത് നമ്മൾ വാരിയബിൾ ഇൻപുട്ടുകൾ കൂട്ടും തോറും, ഇവിടെയാണ് നമ്മൾ വാരിയബിൾ ഇൻപുട്ടുകൾ കൊടുക്കുക. ഇവിടെ 1 2 3 4 ഇതിൽ വാരിയബിൾ ഇൻപുട്ട് കൂട്ടും തോറും മാർജിനൽ പ്രോഡക്റ്റ് ആയാലും TP ഒക്കെ ആയാലും അപ് ടു എ പോയിന്റ് വരെയാണ് കൂടുന്നുള്ളൂ.
പിന്നീട് ഇവർ സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻഡ്, അതായത് ഡിക്ലൈൻഡ് ആയി തുടങ്ങി. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. 3 സ്റ്റേജായിട്ട് നമുക്കിതിന് തിരിക്കാം. ഇതിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ട് അറിയണം. പിക്ചർ വരയ്ക്കാൻ സിമ്പിളല്ലേ? നമ്മൾ ആദ്യം TP വരയ്ക്കുന്നു, പിന്നീട് നമ്മളൊരു MP വരയ്ക്കുന്നു, പിന്നെ നമ്മളൊരു AP വരയ്ക്കുന്നു. ഇത് കൂട്ടിമുട്ടിയത് അങ്ങനെ 3 സ്റ്റേജുകളാക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ 3 സ്റ്റേജുകൾ ഒരു പേര് വിളിക്കും, ദാറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. അവിടെ നിന്ന് എല്ലാം കൂടാണ്, TP, AP, MP ഒക്കെ കൂടുകയാണ്. പിന്നീട് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വെച്ചാൽ എല്ലാം കുറയുന്നു. ദെൻ നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ. നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ MP നെഗറ്റീവ് ആവുന്ന കാരണമാണ് ഈ 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിലിന് വിളിക്കുന്നത്. ഓക്കെ, പിക്ചറും അതിൻ്റെ ആ ഒരു മീനിങ്ങും റിലേഷൻഷിപ്പും വരയ്ക്കാനായിട്ട് അറിയണം. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിംഗ്. ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഒപ്പം 4 മാർക്കിന് 8 മാർക്കിന് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചോദിക്കാറുണ്ട്. ഇത് ചാപ്റ്റർ നെയിം 5th ചാപ്റ്റർ മൈക്രോയിലെ 5th ചാപ്റ്റർ ആണ് കേട്ടോ. പ്രൈസ് ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലെ വില കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് അത് ബുദ്ധിമുട്ടാണ്. പ്രൊഡ്യൂസേഴ്സിന് ലാഭമില്ലല്ലോ. അപ്പോൾ അവർ ഗവൺമെൻറ്റിനോട് അപ്രോച്ച് ചെയ്തിട്ട് ഗവൺമെൻറ് മാർക്കറ്റിൽ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സിന് ഹെൽപ്പുള്ള വിലയായിട്ട് കൂട്ടും. അതാണ് പ്രൈസ് ഫ്ലോർ. ഇത് നേരെ ഓപ്പോസിറ്റ്. കസ്റ്റമേഴ്സിന് വാങ്ങാൻ ബുദ്ധിമുട്ടായി നിന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് വന്ന് ഇടപെട്ട് മാർക്കറ്റിൻ്റെ വില കുറയ്ക്കും. ഇതാണ് പ്രൈസ് സീലിംഗ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗവൺമെൻറ് ഇമ്പോസ് ലോവർ ലിമിറ്റ് ഓൺ പ്രൈസ്. ലോവർ ലിമിറ്റ് ആയ വിലയമേ ഗവൺമെൻറ് ചുമത്തുന്ന ഒരു അപ്പർ ലിമിറ്റ്. ഇമ്പോസ് ഓൺ ലോവർ ലിമിറ്റ്, വില കുറവുമേലാണ് ഗവൺമെൻറ് ഇടപെടുക. ഇവിടെ ഇമ്പോസ് ഓൺ അപ്പർ ലിമിറ്റ്, അതായത് വില കൂടുതലുള്ളതിനെയാണ് ഗവൺമെൻറ് ഇടപെട്ട് കുറയ്ക്കുന്നത്. ഇവിടെ മിനിമം പ്രൈസ് ഫിക്സേഷൻ ആണ്, ഇവിടെ മാക്സിമം പ്രൈസ് ഫിക്സേഷൻ ആണ്. ഗവൺമെൻറ് വന്ന് എത്രത്തോളം മാക്സിമം ആക്കാൻ പറ്റിയിട്ട് അങ്ങനെ ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇവിടെ കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പ്രൈസ് ഫ്ലോർ വയ്ക്കുക അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ലൈക്ക് പെപ്പർ, റബ്ബർ, കോക്കനട്ട് എക്സെട്ര. പ്രൈസ് സീലിംഗ് നമ്മൾ വെക്കുക റൈസ്, ഷുഗർ, അതായത് അത്യാവശ്യ സാധനങ്ങളായ അരി, പഞ്ചസാര, അതിനൊക്കെയാണ് ഗവൺമെൻറ് വില കുറയ്ക്കുക. ഇവിടെ പ്രൈസ് ഫ്ലോർ വന്നു കഴിഞ്ഞാൽ എക്സസ് സപ്ലൈ വരും. ഇവിടെ നമുക്ക് എക്സസ് ഡിമാൻഡ് വരും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ പിക്ചറും കൂടി വരച്ച് വെക്കണം. പിക്ചർ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? നമ്മൾ പ്രൈസ് ഫ്ലോറിൻ്റെ ആലോചിക്കുക, ഗവൺമെൻറ് വരണേക്കാൾ മുന്നേ ഒരു എന്തുണ്ടാവും, ഇക്വിലിബ്രിയം പ്രൈസ് ഉണ്ടാവും. ഇവിടെ ഗവൺമെൻറ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ മേലേക്ക് ഒരു പ്രൈസ് ഇട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇത്രയും പോർഷനാണ് പ്രൈസ് ഫ്ലോർ. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇക്വിലിബ്രിയം പ്രൈസ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് വന്ന് വില കുറയ്ക്കുന്നു. അപ്പോൾ ഇത്രയും പോർഷനാണ് എക്സസ് ഡിമാൻഡ്. ഇവിടെ ഉണ്ടായിരുന്ന വില ഇവിടെ താഴത്തോട്ട് കുറയ്ക്കുന്നു, ഇവിടെ പ്രൈസ് മേലത്തോട്ട് കൂട്ടുന്നു. ഈ ഒരു പിക്ചറും കൂടി വരച്ച് വെക്കണം. അപ്പോൾ ഡിഫറൻസ് കംപ്ലീറ്റ് ആവുള്ളൂ, 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് സർക്കിൾ ഓഫ് ഫ്ലോ ഓഫ് ഇൻകം. സർക്കിൾ ഓഫ് ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ഡയഗ്രാം പഠിക്കണം. ഡയഗ്രാംസും ഗ്രാഫുകളും കാണാത്തവരുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളിത് എപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഡയഗ്രാം പഠിക്കണം. അതിൽ 2 മാർക്കറ്റുകളുണ്ട്, 2 മാർക്കറ്റുകളുണ്ട്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് മാർക്കറ്റ് ആൻഡ് ഫാക്ടർ മാർക്കറ്റ്. അതുപോലെ 2 ഫ്ലോകളുണ്ട്, റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. മണി ഫ്ലോ ആൻഡ് റിയൽ ഫ്ലോ ഉണ്ട്. ഇതൊക്കെ എടുത്ത് എഴുതാനായിട്ട് അറിയണം കേട്ടോ. ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് ഇക്വേഷൻസ് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഡിസ്ക്രിപ്ഷൻസിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രോബ്ലംസിലും കോസ്റ്റ് പ്രോബ്ലം പഠിക്കണം. കോസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ TC, MC, AFC, ABC ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അറിയണം. SAC, SMC ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിയണം. ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലം അറിയണം. അതായത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ, ഷിഫ്റ്റ് ആവുന്നത് എല്ലാം അറിയണം. GDP ആൻഡ് വെൽഫെയർ, ഇത് GDP ആൻഡ് വെൽഫെയർ പ്രോബ്ലം അല്ല, ഇത് 4 പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. GDPനെ നമുക്ക് വെൽഫെയർ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നോ. ഒന്നാമത്തെ റീസൺ എന്താണ്? ഒന്നാമത്തെ റീസൺ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് GDPയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് GDPയിൽ ഇൻക്ലൂഡ് ചെയ്യണം.
അത് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വൽ വാല്യൂ കിട്ടുള്ളൂ. രണ്ടാമത്തത് എക്സ്റ്റേണാലിറ്റി. GDPക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു റോഡ് വരാൻ വേണ്ടി കുറച്ച് സ്പേസ് അവിടെ അഗ്രികൾച്ചറിൻ്റെ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നല്ലതിന് ഒരു നഷ്ടം നമുക്കവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ GDP കട്ട് ചെയ്യണം. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ GDP ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് GDPയിൽ എല്ലാ ഹാംഫുൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ആൽക്കഹോളിക് ഡ്രഗ്സുകൾ, കെമിക്കൽസ് ഒക്കെ നമ്മളതിൽ വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഹാംഫുൾ ആയ സിഗരറ്റ്, ആൽക്കഹോളിക് ഒക്കെ യൂസ് ചെയ്യുന്നത് നാട്ടിലെ വെൽഫെയർ ആണോ? ജനങ്ങൾക്ക് അത് ദോഷം ചെയ്യും. സോ അതിന് നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല. ദെൻ അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം എന്നാൽ ശരിയായ രീതിയിലല്ല ഇൻകംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ 4 കാരണങ്ങൾ കൊണ്ട് GDPയെ നമുക്ക് വെൽഫെയറിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ദെൻ മണി സപ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് M1, M2, M3, M4 ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാം. അതായത് ഇത് നമുക്ക് ഒന്നുകിൽ ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ആയിട്ട് വരും, പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസസ് വളരെ കുറവാണ്. ഇതിനെക്കുറിച്ച് എഴുതാനും വരും. ഇതിൽ ഏതാണ് ബ്രോഡ് മണി? M3 ആണ് നമ്മൾ ഇന്ത്യയിൽ ടേക്കൺ ഈസ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. M3 ആണ്. M1 M2 നാരോ കൺസെപ്റ്റാണ്. M3 M4 ബ്രോഡ് കൺസെപ്റ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെയും പഠിച്ചു വയ്ക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ളതായി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 10 ചോദ്യങ്ങളും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ലോ ഓഫ് വാരിയബിളും പ്രോഫിറ്റ് മാക്സിമൈസേഷനും നാഷണൽ ഇൻകം കാൽക്കുലേഷനും RBIയുടെ ഫംഗ്ഷൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.